ഉണ്ണിയമ്മേ കുമ്പടി വന്നു. മരിച്ചുപോയവർക്കെതിരായി ഇനിയും പുലഭ്യം വിളിക്കാൻ പാടുണ്ടോ? എന്താ ഔദാര്യമാണ് റഹീമ നിങ്ങൾ കാണിക്കുന്നത്? നിങ്ങൾ 51 വെട്ടുവെട്ടി കൊന്ന TP ചന്ദ്രശേഖരൻ, അദ്ദേഹത്തിന്റെ പ്രതിമ നിങ്ങൾ 6 തവണ തകർത്തവരാണ്. നല്ലോണം കിട്ടിയോ? സാമാന്യ ഭേദപ്പെട്ട രീതിയിൽ. എന്താടോ കാര്യം? വാട്ട് ഈസ് ദ റീസൺ? ശ്രീ ഷഫീർ, ഇന്ന് കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവും മറ്റ് നേതാക്കളും ഒക്കെ ഉന്നയിച്ചൊരു കാര്യം നിങ്ങൾക്ക് ഈ പരാമർശം കേട്ടപ്പോൾ ഉണ്ടായ വേദനയാണ്. സത്യത്തിൽ അതല്ല ഞങ്ങളുടെ നിലപാട് എന്ന് ഇടതുമുന്നണിയും CPM-ഉം നിലപാട് വ്യക്തമാക്കുമ്പോൾ നിങ്ങളും സന്തോഷിക്കുകയല്ലേ വേണ്ടത്? ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരുടെയും നിലപാട്, ശ്രീ കെ മാണിയെ കുറിച്ചുള്ള നിലപാട് ഒന്ന് തന്നെ ആവുകയല്ലേ ചെയ്തത്? ഞങ്ങൾ ഒരു കാര്യം പറഞ്ഞു തരാം. ഞങ്ങൾ ജോസ് കെ മാണിയൊന്നും കണക്കിലെടുക്കുന്നില്ല. ഞങ്ങളെ കൂടൊപ്പം 40-45 വർഷക്കാലം ഈ മുന്നണി കെട്ടിപ്പടുക്കുവാൻ ത്യാഗം ചെയ്ത നേതാവായ ശ്രീ കെ മാണി സാറിനെതിരെ ആരെന്ത് പറഞ്ഞാലും അദ്ദേഹത്തിനെ കള്ളനാക്കാൻ ശ്രമിക്കുന്ന ഏത് സമീപനത്തിനെതിരെയും അവസാന ശ്വാസം വരെ UDF പോരാട്ടം നടത്തും. ഇവിടെ ബഹുമാനായ സണ്ണിക്കുട്ടി അബ്രഹാം സാറ് അദ്ദേഹം പറഞ്ഞു, ഒന്ന് വായിക്കണമെന്ന് പറഞ്ഞു ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഒരു വാചകം. ഞാൻ ജസ്റ്റ് ഷാനിക്ക് വേണ്ടി വായിക്കാം. ടൈംസ് ഓഫ് ഇന്ത്യയാണ് കേട്ടോ. ദ ഗവൺമെന്റ് ലോയർ സബ്മിറ്റഡ് ഇൻ സുപ്രീം കോർട്ട് ദാറ്റ് the assembly request was against the corrupt former finance minister K. Mani in picture. നീ എന്ത് തേങ്ങയാണ് പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഇത് ഇന്നത്തെ ടൈംസ് ഓഫ് ഇന്ത്യയാണ്. ഇത് മലയാള മനോരമയും മാതൃഭൂമിയും ഉണ്ടാക്കിയ, നിങ്ങളുടെ ഭാഷയിലെ പേനയുണ്ടുകാരുണ്ടാക്കിയ കൃത്രിമ സൃഷ്ടിയല്ല. ഇത് ടൈംസ് ഓഫ് ഇന്ത്യ. അവരുടെ കോടതി റിപ്പോർട്ടർ കൃത്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട കാര്യമാണ്. വിജയരാഘവൻ കേരളത്തിൽ നിന്ന് തുള്ളുന്നത് പോലെയല്ല. ടൈംസ് ഓഫ് ഇന്ത്യയുടെ കോടതി റിപ്പോർട്ടർ അത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഒന്ന്, ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞു, മരിച്ചുപോയവരെ അധിക്ഷേപിക്കാൻ പാടുണ്ടോ? മരിച്ചുപോയവർക്കെതിരായി ഇനിയും പുലഭ്യം വിളിക്കാൻ പാടുണ്ടോ? എന്താ ഔദാര്യമാണ് റഹീമ നിങ്ങൾ കാണിക്കുന്നത്? നിങ്ങൾ 51 വെട്ടുവെട്ടി കൊന്ന TP ചന്ദ്രശേഖരൻ, അദ്ദേഹത്തിന്റെ പ്രതിമ നിങ്ങൾ 6 തവണ തകർത്തവരാണ്. അദ്ദേഹത്തിന്റെ വിധവയെ അകത്തും പുറത്തും. നിങ്ങൾക്കറിയോ, ആൺകുട്ടികളെ സ്ത്രീവേഷം കെട്ടിച്ച് ചിരട്ടയും വെച്ച് കെട്ടി അപമാനിച്ചുകൊണ്ട് കഴുത്തിൽ കെട്ടിത്തൂക്കി TP ചന്ദ്രശേഖരനെ ഇന്നും അപമാനിച്ചുകൊണ്ടിരിക്കുന്നവരാണ് നിങ്ങൾ. നിങ്ങൾക്കിപ്പോ മരിച്ചവരെ പറയുന്നത് വലിയ കാര്യമായിട്ട് നിങ്ങൾ പറയുന്നുണ്ടല്ലോ. നിങ്ങൾ ഇന്ന് നിർത്തിയിട്ടില്ല. ഒന്ന്. രണ്ട്, നിങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഇന്നലെ എടുത്ത സമീപനമല്ല ഇന്നെടുക്കുന്നത്. അത് ഞങ്ങൾക്ക് അറിയാമേ. ഇതൊരു നടക്ക് പോണ മാതിരില്ല. നിങ്ങളുടെ കുന്നംകുളത്തെ MLA ആയിരുന്നു SFIയുടെ പഴയ നേതാവ് കുഞ്ഞാലി. അതും കുഞ്ഞാലി തന്നെയാ. പഴയ SFI നേതാവ് കുഞ്ഞാലിയെ കുത്തിമടർത്തിയെന്ന് നിങ്ങൾ ആരോപിക്കപ്പെട്ട് കേസിൽ പ്രതിയായ ആളെ CPM-ൽ ചേർത്ത് കുന്നംകുളത്ത് മത്സരിപ്പിച്ച് MLA ആക്കിയ പാർട്ടിയുടെ പാരമ്പര്യം നിങ്ങൾ ഇങ്ങോട്ട് എഴുതലണ്ട. ഞങ്ങൾക്ക് പണ്ടേ നിങ്ങൾ അറിയാം. പിന്നെ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞു, കെ മുരളീധരനെ നിങ്ങൾ പിന്നെ ഇത്തരത്തിൽ കെ മുരളീധരനെതിരായി നിങ്ങൾ വിമർശനം നടത്തിയിട്ടില്ലേ? കെ മുരളീധരന്റെ അഭിപ്രായം കോൺഗ്രസിനകത്ത് പറയാം, ആർക്കും അഭിപ്രായം പറയാം. പക്ഷേ MM ലോറൻസ് ഉൾപ്പെടെ, രവീന്ദ്രനാഥ് ഉൾപ്പെടെ, പിന്നെ ചെറിയാൻ ഉൾപ്പെടെയുള്ള പഴയകാല CI2 നേതാക്കന്മാരെ വെട്ടിനിരത്താൻ പാലക്കാട് സമ്മേളനത്തിൽ ഒരേ കാറിൽ യാത്ര ചെയ്തു പോയി. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ? സഖാവ് VS അച്യുതാനന്ദനെ ഉപയോഗിച്ചുകൊണ്ട് പാർട്ടിയിൽ വെട്ടിനിരത്തി. അന്ന് ഒത്തുതീർപ്പിന്റെ വ്യവസ്ഥയിൽ പാർട്ടി സെക്രട്ടറി ആയതിനു ശേഷം ബക്കറ്റും വെള്ളവും ഒക്കെ പറഞ്ഞ് കേന്ദ്ര കമ്മിറ്റിയിലേക്ക് തരവും താഴ്ത്തി അപമാനിച്ച് ഇറക്കിവിട്ട സഖാവ് VS-ന്റെയും പിണറായിയുടെയും ചരിത്രം ഒന്ന് റഹീം പഠിക്കുന്നത് നന്നായിരിക്കും. ആരാണ് ഏറ്റവും കൂടുതൽ സ്വന്തം സഹപ്രവർത്തകനെ പുറകിൽ നിന്ന് കുത്തി ആക്രമിച്ചിട്ടുണ്ടെന്നും കുത്തുവാക്ക് ഉപയോഗിച്ചതെന്നും ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അറിയാം റഹീമേ. അതാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. മൂന്ന്, നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ അല്പമെങ്കിലും ധാർമ്മികതയുണ്ടെങ്കിൽ ഇപ്പൊ റഹീം മാപ്പ് പറയണം. ഞങ്ങൾ നടത്തിയ പദയാത്രയിൽ മാപ്പ്. ഞങ്ങൾ പൊതുമുതൽ കെ മാണി സാറിന് വേണ്ടിയിട്ട് ഞങ്ങൾ നടത്തിയ സമരത്തിൽ പൊതുമുതൽ ആക്രമിച്ചതിൽ മാപ്പ്. ഞങ്ങൾ കുട്ടിയമ്മ ചേച്ചിയെയും കെ മാണി സാറിനെയും ഞങ്ങൾ കള്ളനെന്ന് വിളിച്ചതിൽ മാപ്പ് പറയണം. ബുദ്ധനാണ് സത്യം. ഞാൻ ആ വ്യാളി തലതല്ലി ചാവും. എന്നാ നിങ്ങൾ ഇപ്പൊ ചെയ്യണമെന്നറിയോ? ഇല്ലാത്ത പരിരക്ഷയുടെ പേരിൽ നിയമസഭയെ അടിച്ചു തകർത്ത് സ്പീക്കറുടെ കസേരയെ തല്ലി തകർത്തിട്ട് എന്റെയും നിങ്ങളുടെയും ഈ പറയപ്പെടുന്ന SFIക്കാരന്റെയും KSUക്കാരന്റെയും നികുതി പണത്തിൽ നിന്ന് എടുത്ത് ഇങ്ങനെ പോയാൽ സംഗതി കുഴയും. സുപ്രീം കോടതിയിൽ അപ്പീൽ പോയിരിക്കുക. വലിയ ആളുകൾ ചമഞ്ഞിട്ട് CPM-ന്റെ പണമല്ല, DYFയുടെ പണമല്ല, ഇവിടുത്തെ പാവപ്പെട്ട അത്താഴപ്പട്ടിണിക്കാരൻ നികുതി പണമെടുത്ത് നിങ്ങൾ സുപ്രീം കോടതി വരെ അപ്പീൽ പോയിരിക്കുകയാണ്. പണം തിരിച്ചു വെക്കണം ഖജനാവിലേക്ക്. നിങ്ങൾക്ക് കളിക്കാനുള്ളതല്ല കേരളത്തിലെ ഖജനാവിലെ പണം തിരിച്ചു വെക്കണം. പെരിയ കേസിൽ നിങ്ങൾ അപ്പീൽ പോയി.
ക്രിമിനലുകളെ സംരക്ഷിക്കാൻ. നിങ്ങൾക്കറിയോ, നിങ്ങൾ ഷുഹൈബ് കേസിൽ നിങ്ങൾ അപ്പീൽ പോയി, നിങ്ങൾ പിന്നെ TP കേസിൽ നിങ്ങൾ അപ്പീൽ പോയി, CBI വരാതിരിക്കാൻ ഖജനാവിന് പണമെടുത്താണ് പോയത്. ഇപ്പോഴും പോയിരിക്കുന്നു ഈ കേസിൽ. ഇങ്ങനെ നാറാനൊരു ചങ്കൂറ്റം വേണം കേട്ടാ. KM മാണി സാറിന്റെ ഈ നിയമസഭാ കേസിൽ പോലും നിങ്ങൾ സുപ്രീം കോടതി പോയിരിക്കുന്നത് കേരളത്തിന് നികുതി പണമെടുത്താണ്. അല്പമെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ ആ കാര്യങ്ങളിൽ നിങ്ങൾ പണം തിരിച്ചു വെക്കാൻ CPM തയ്യാറാകണം. നിർത്തിയങ്ങ് അവമാനിക്കുവാണെന്ന്. പിന്നെ നിങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ഈ നിലപാടില്ല, അദ്ദേഹത്തിനെ കുറ്റവിമുക്തനാക്കിയതിനാൽ ഞങ്ങൾക്ക് ഈ നിലപാടില്ല. ഞങ്ങൾ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, ഏത് കാലഘട്ടത്തിൽ CPM എന്തിനെല്ലാം എതിർത്തിട്ടുണ്ടോ അതിനെയെല്ലാം അവർ ഭരണത്തിൽ വരുമ്പോൾ അതുപോലെ മുഴുകിയിട്ടുണ്ട്. വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. ഈ റഹീം എത്ര സ്വാശ്രയ വിദ്യാഭ്യാസ സമരത്തിനെതിരായി സമരം നടത്തിയിട്ടുണ്ട് ഇവിടെ. നിങ്ങൾ അതിന് പുൽകിയില്ലേ? ADB-ക്കെതിരായി നിങ്ങൾ SFI-ക്കാരും DYFI-ക്കാരും കൂടി ആ ADB-യുടെ ആളിനെ കരിയോയിലടിച്ചില്ലേ? സോറി, ഒരു അബദ്ധം പറ്റിപ്പോയതാണ്. ഒരു വാക്ക് കൂടി പറയാൻ അനുവാദം. നോ അങ്ങനെയല്ല. ഇത് നിങ്ങൾ പഠിക്കേണ്ടത് ഇടതുപക്ഷത്തെ എല്ലാ കാലഘട്ടത്തിലും മധ്യ കേരളത്തിൽ ഷാനി എവിടെ ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. കേരളത്തിൽ മധ്യ കേരളത്തിൽ എല്ലാ കാലഘട്ടത്തിലും KM മാണി സാർ ഉയർത്തിപ്പിടിച്ച അധ്വാനവർഗ സിദ്ധാന്തത്തെ എതിർത്ത് തോൽപ്പിക്കാൻ മുമ്പിൽ നിന്നിരുന്ന കമ്മ്യൂണിസ്റ്റുകളുണ്ട്. ആ കമ്മ്യൂണിസ്റ്റുകൾ ഇന്നും ഈ പാർട്ടിയിലുണ്ട്, CPM-ലുണ്ട്. അവർക്ക് ഇന്നും ജോസ് കെ മാണി ഒന്നും സഹിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ജോസ് കെ മാണി പാലായി ഈ തരംഗത്തിൽ പോലും തോക്കുന്നത്. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. അദ്ദേഹം സംസാരിച്ച് തീർക്കട്ടെ. ശ്രീ ഷഫീർ, താങ്കൾ പറഞ്ഞു പൂർത്തിയാക്കൂ. ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് നിങ്ങൾ DYFI സംസ്ഥാന സെക്രട്ടറിയല്ലേ, ഒരു അല്പം മിണ്ടാതിരിക്കെ. ഞാൻ പറഞ്ഞുതരാം. ഷാനി, അന്നത്തെ സംഭവം എന്തായിരുന്നു? KM മാണി സാറിനെതിരായി തിരുവനന്തപുരത്ത് ഒരു അബ്കാരി മുതലാളി ഒരു ആരോപണം ഉന്നയിച്ചു ഒരു ചാനലിൽ. എവിടെ പോണു? തൊണ്ട വെള്ളം കുടിക്കണം. KM മാണി സാർ പിന്നെ കോഴ വാങ്ങിയതായി അദ്ദേഹം ആരോപണം ഉന്നയിച്ചു. ഈ കാള വെറ്റു എന്ന് കേട്ട ഉടൻ കയറെടുത്തു കേരളത്തിൽ അന്നത്തെ പ്രതിപക്ഷം CPM. എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല ഈശ്വര. അയ്യോ, അൽഷിമേ. പിന്നെ നിയമസഭയ്ക്കകത്തും പുറത്തും പ്രക്ഷോഭം. അവസാനം 2013 ലളിതകുമാരി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു കേസുണ്ട്. നമുക്ക് കോംപ്രമൈസ് ചെയ്യാം. അടിയിൽ കോംപ്രമൈസ് ഇല്ല ചേട്ടാ. ലളിതകുമാരി കേസിൽ ഒരാൾക്കെതിരായി ഒരു അന്വേഷണത്തിന് വന്നാൽ അത് ത്വരിത ഗതിയിലുള്ള ഒരു അന്വേഷണം നടത്തണമെന്ന നിയമത്തിന്റെ ഭാഗമായി ഞങ്ങൾ അതിന് പോയിട്ടുള്ളതല്ലാതെ ഞങ്ങൾ ശ്രീ KM മാണി സാറിനെതിരായി കേസെടുക്കാൻ പോയിട്ടില്ല. ഒരാവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ? വിട്ടവളി ആന പിടിച്ചാ കിട്ടൂ. KM മാണി സാറിന്റെ പുറകിൽ നിന്ന് കുത്തിയ നിങ്ങളാണ്, സമരം നടത്തിയ നിങ്ങളാണ്, കള്ള എന്ന് വിളിച്ച നിങ്ങളാണ്, വടിയിൽ തടഞ്ഞ നിങ്ങളാണ്, ആക്രമിക്കാൻ ശ്രമിച്ച നിങ്ങളാണ്, നിയമസഭ തല്ലിപ്പൊട്ടിച്ച നിങ്ങളാണ്, കമ്പ്യൂട്ടർ തകർത്ത നിങ്ങളാണ്. കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. ആരും കണ്ടില്ല. വാ, തൽക്കാലം ഇത്രയും മതി. വരട്ടെ.